ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോ ട്രേഡിംഗ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു കാത്തിരിപ്പിൻ്റെ സമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നു. ഒരാൾ ഏറെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബന്ധം, ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട ഒരു സമയം, അതൊരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു പേഴ്സണെ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഫലം കിട്ടാൻ വൈകുന്നു. ഞാൻ ഇത്രയും കൊടുത്തു, എനിക്ക് കിട്ടുന്നത് എന്താണ് എന്നൊരു സംശയം ഈ അടുത്തിടെയായിട്ട് തോന്നുന്ന ഒരു പേഴ്സണെയാണ് ഇതിൽ കാണിക്കുന്നത്. ചിലർക്ക് ഇതൊരു പേഷ്യൻസ് ടെസ്റ്റാണ്, അതായത് ക്ഷമ പരീക്ഷിക്കുന്ന കാലഘട്ടം എന്ന് പറയും. അതുപോലെ തന്നെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിലുള്ള നിരാശ. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു സുരക്ഷ അല്ലെങ്കിൽ സ്ഥിരതയുടെ ആവശ്യത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരാൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, സ്റ്റെബിലിറ്റി വേണം, ഫിനാൻഷ്യൽ, ഫാമിലി സെക്യൂരിറ്റി എല്ലാം തന്നെ പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ. അത് നിങ്ങൾ തന്നെ ആയിരിക്കാം. തടസ്സമെന്ന് പറയുന്നത് ഒരാൾ പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരാൾ ഇമോഷണൽ റൊമാൻറ്റിക് മൈൻഡ് സെറ്റുമായിട്ട് മാത്രം നിൽക്കുന്നു. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നില്ല. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് വോൺസ് ആണ്. ഒരു ശക്തമായ ഒരു അട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിലൊരു വളരെ നല്ലൊരു ലവ് കെമിസ്ട്രി ഉണ്ട്, പാഷനുണ്ട്, പുതിയ തുടക്കമൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ഫയർ എനർജി സംടൈംസ് ഒരു ഇമ്പൾസീവ് ആണ് എന്ന് കാണിക്കുന്നു. അതായത് ചില ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ചാൻസസ്. അതുവഴി കുറേയേറെ നഷ്ടങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നേരിടുന്ന ചില റിലേഷൻഷിപ്പുകളുടെ എനർജിയും കാണിക്കുന്നുണ്ട്. ഇവിടെ തടസ്സം കാണിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പാഷനൊക്കെ വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു ശരിയായ ദിശയിലല്ല നിങ്ങളുടെ ലവ് എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ദ ഹയറോഫൻ്റ് ആണ്. സമൂഹം അല്ലെങ്കിൽ നിയമം ഇതിനെ സൂചിപ്പിക്കുന്നു. ഇതാണ് പ്രധാന തടസ്സം. ഒരു ഫാമിലി അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകൾ, മാരേജ് സിസ്റ്റത്തെ ഭയക്കുന്ന കുറച്ച് ആളുകൾ, ചില സോഷ്യൽ റൂൾസ്, അതുപോലെ തന്നെ റിലീജിയസ് ട്രഡീഷണൽ പ്രഷർ എല്ലാം തന്നെ ബന്ധത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. എക്സ്ട്രാ മാരിറ്റൽ എനർജിയും ഇവിടെ ശക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സമൂഹം അംഗീകരിക്കാത്ത ബന്ധങ്ങൾ. ഓവറോൾ റീഡിംഗ് എനർജി നോക്കുമ്പോൾ ഒരു വെയിറ്റിംഗ് ഫറ്റീഗ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി വേഴ്സസ് പാഷൻ കോൺഫ്ലിക്റ്റ്, സൊസൈറ്റി, മാരേജ് പ്രഷർ, രണ്ടിലൊരാൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആവശ്യം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള തടസ്സങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്കും ഇതൊരു തമാശയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്യാഷ്വലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല, വളരെ ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധം പരസ്പര വിശ്വാസത്തോടു കൂടി ഒരു ഫോർമൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയില്ല എങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡായി ശരിക്കും ഡിസ്റ്റൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്.